ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടൈം സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ കണ്ണൂരിന്റെ സ്പെഷ്യൽ തട്ടുകടയിലൊക്കെ രാജാവാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് കണ്ടു നോക്കാം. നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ നെയ്പ്പത്തിൽ ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനിതാ ഇതുപോലെ പൊന്നിയരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 മണിക്കൂർ സമയമെങ്കിലും ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കുക. നമ്മൾ പച്ച വെള്ളത്തിലല്ല, നന്നായി വെട്ടി തിളക്കുന്ന വെള്ളത്തിൽ ഈ ഒരു അരി ഇട്ടിട്ട് നമ്മളൊന്ന് സോക്ക് ചെയ്യുകയാണ്. 4 മണിക്കൂർ സമയമാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതാ 4 മണിക്കൂറായി ഞാൻ നന്നായി കഴുകി എടുത്തതാണ്. നമ്മൾ വിരൽ കൊണ്ട് ഒന്ന് ഒടിച്ചു നോക്കുന്ന സമയത്ത് ഇതുപോലെ പൊട്ടി വരണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ അളവിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു അരിയിലേക്ക് മുഴുവനായിട്ട് ഈ ഒരു ഉള്ളി ജീരകമൊക്കെ നമുക്ക് മിക്സ് ആക്കി എടുക്കണം. ഇനി നമുക്ക് തേങ്ങ ഇടുന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ ഗൾഫിലൊക്കെ കൊടുത്തയക്കുന്നുണ്ടെങ്കിൽ തേങ്ങയൊന്നും ചേർക്കാണ്ട് ഈ ഒരു രീതിയിൽ കൊടുത്തയച്ചാൽ മതി. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മളിതാ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിന്റെ ഒരു 1/4 ഭാഗത്തോളം നമുക്ക് അരി ഇട്ടിട്ട് ഒന്ന് അരച്ചു കൊടുക്കാം. നേരത്തെ ഇതിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മാത്രമേ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ നല്ല പോലെ അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിലായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ട് വേണം നമുക്കിതൊന്ന് അരച്ച് എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച ആ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ ഒരുമിച്ചിട്ട് തന്നെ അരച്ചെടുത്തിട്ടില്ല. ഇതാ മുഴുവനും ഞാൻ ഈ ഒരു അരി ഇതിലേക്ക് അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം 1 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു പൊടി ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഉപ്പ് ഇതിലേക്ക് ബാലൻസ് ആയിക്കോളും. ഇനി ഇതാ നമ്മൾ ഒറോട്ടിക്കൊക്കെ പൊടിപ്പിച്ച് വെക്കുന്ന പൊടിയാണ്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയിലെ അത് നന്നായി കഴുകി നമ്മൾ ഫ്ലോർ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. നന്നായിട്ട് ഉണക്കിയിട്ട് പൊടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമുക്ക് ഇത് നന്നായി ടൈറ്റായി വരുന്ന ആ ഒരു രീതിയിൽ ഈ ഒരു പൊടി ഇട്ടിട്ട് വേണം ഒന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട്. നമ്മൾ ആദ്യം സ്പൂൺ ഇട്ടിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. എന്നാലേ നമ്മുടെ എല്ലാ ഭാഗത്തും ഉപ്പാണെങ്കിലും എല്ലാം നല്ലപോലെ യോജിച്ച് എടുക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അതിൽ പൊടി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഈ ഒരു രീതിയിൽ വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. കുഴക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടയായിട്ട് കിട്ടുകയും വേണം. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഓയിലിന്റെ കവറാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ വീട്ടിൽ വായിലുണ്ടെങ്കിൽ അതന്നെ എടുക്കാനായിട്ട് നോക്കാം. ഇനി ഇതുപോലെ ഒരു ബൗളാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഓയിലിന്റെ കവറിലിട്ടിട്ട് നമ്മുടെ കൈപ്പത്തി കൊണ്ട് വേണം ഇതൊന്ന് നന്നായിട്ട് ഒന്ന് റൗണ്ട് ആക്കിയിട്ടെടുക്കാൻ. റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ 2 വായിൽ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല റൗണ്ട് ഷേപ്പിലായിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ ഞാൻ വിരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയോട് കൂടിയിട്ടല്ല, തീരെ തിന്നുമായിട്ടല്ല, 2നെയും നടുവായിട്ടാണ് നമ്മളിതൊന്ന് പരത്തി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഓയിൽ ചൂടാവണം. ആ ഒരു ചൂടായ ഓയിലേക്ക് വേണം നമുക്ക് ഈ ഒരു പത്തിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മൾ ഈ ഒരു സമയത്ത് ഈ പത്തിൽ നന്നായി പൊങ്ങി വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് വേണം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മുടെ ഈ ഒരു പത്തിൽ നന്നായിട്ട് തന്നെ പൊങ്ങി വരുന്നുണ്ട്. ഇനി നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതിന്റെ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഒരു ഭാഗം ആയതിനു ശേഷം നമുക്ക് മറ്റൊരു ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ അരിയൊക്കെ അരക്കുന്ന സമയത്ത് നന്നായിട്ട് അരിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ പത്തിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ പത്തിലും ഇവിടെ ചുട്ടെടുക്കാം. പിന്നെ രണ്ടാമത്തതും ഞാൻ ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ തുടക്കക്കാർക്കാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. ആരും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം കണ്ടില്ലേ, രണ്ടാമത്തെ പത്തിലും നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഈ ഒരു സമയത്ത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേട്ടോ. അപ്പോൾ നമ്മുടെ പത്തിൽ ഇവിടെ മുഴുവനും റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് പത്തിൽ തന്നെയാണ്, ഒട്ടും എണ്ണയൊന്നും കുടിക്കാൻ തന്നെയാണ് നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒരു പത്തിൽ മുഴുവനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം ഒട്ടും എണ്ണ കുടിക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പത്തിലാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതിനു മുമ്പ് ഞാൻ നല്ല നല്ല വീഡിയോസ് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന അടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.